ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് ഗോതമ്പ് പൊടി കൊണ്ടുള്ള ഒരു അപ്പമാണ്. ഇത് നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഈസ്റ്റ് ഒന്നും ചേർക്കാതെയാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് ഒട്ടും സമയം കളയാതെ ഈ ഈസി പീസി അപ്പം എങ്ങനെയാ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഒരു പാത്രം ചൂടാക്കിയിട്ട് അതിലേക്ക് നമുക്ക് 1/2 കപ്പ് റവ ചേർക്കാം. എന്നിട്ട് ഇതൊരു 2 മിനിറ്റ് നന്നായിട്ട് റോസ്റ്റ് ചെയ്യാം. എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കുക, എന്നാൽ മാത്രമേ എല്ലാ സൈഡും ഒരേപോലെ ചൂടാവുള്ളൂ. റവ ഒരു മൂത്ത മണം വരുമ്പോൾ അതിലേക്ക് നമുക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ചേർക്കാം. എന്നിട്ട് അതും ഒരു 2 മിനിറ്റ് നന്നായിട്ട് റോസ്റ്റ് ചെയ്യാം. നമ്മളിത് റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചൂടാറാനായിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ചൂട് നന്നായിട്ട് ആറിയതിനു ശേഷം അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. പിന്നെ നമുക്ക് വേണ്ടത് 1 കപ്പ് കുറച്ച് പുളിയുള്ള തൈരാണ്. അധികം കട്ടിയില്ലാത്ത തൈര് മതി. എന്നിട്ട് നമുക്ക് അതിന്റെ പകുതി ആദ്യം ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ബാക്കിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് വെള്ളം ബാച്ചസ് ആയിട്ട് ഒഴിച്ച് കട്ടകളൊന്നുമില്ലാത്ത ഒരു സ്മൂത്ത് ബാറ്റർ ആയിട്ട് എടുക്കാം. ഞാനിവിടെ 1.5 കപ്പ് വെള്ളമാണ് ചേർത്തത്. നമ്മുടെ ഓരോരുത്തരുടെ പൊടിക്കനുസരിച്ച് വെള്ളത്തിന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റം വരാം. നമുക്ക് മാവ് കട്ടകളൊന്നും ഇല്ലാതെ നല്ലൊരു ഫ്ലോയിങ് കൺസിസ്റ്റൻസിയിൽ കിട്ടണം. അപ്പൊ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതൊരു 20-25 മിനിറ്റ് അടച്ചു വെക്കണം. ഈ സമയത്ത് നമുക്ക് അപ്പത്തിന് വേണ്ട കറി ഉണ്ടാക്കാം. ഞാൻ ഇവിടെ ഇന്നൊരു മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, ഞാൻ ഇപ്പൊ കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. ഒരു 1/2 മണിക്കൂർ ആയിട്ടുണ്ട്. നമുക്കിത് തുറന്നു നോക്കാം. നമ്മുടെ മാവിൽ നല്ല ബബിൾസ് ഒക്കെ വന്നിട്ടുണ്ട്. സാധാരണ അപ്പത്തിന്റെ മാവ് പോലെ ഇത് അത്ര പൊങ്ങിയൊന്നും വരില്ല. ഈ സമയത്ത് നിങ്ങൾക്ക് വെള്ളം പോരെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. എനിക്കിവിടെ കറക്റ്റ് ആയിട്ടാണ് തോന്നുന്നത്. അപ്പൊ നമുക്ക് അപ്പം ചുട്ടെടുക്കാം. ഒരു അപ്പച്ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് മാവ് ഒഴിക്കാം. ഇപ്പൊ നിങ്ങളുടെ അടുത്ത് അപ്പച്ചട്ടി ഇല്ലെങ്കിൽ നമുക്ക് ദോശക്കല്ലിലോ ഇല്ലെങ്കിൽ ഒരു തവയിലായാലും ഇത് ചുട്ടെടുക്കാം. അടച്ചു വെച്ച് വേവിച്ചാൽ മതി. തിരിച്ചിടേണ്ട ആവശ്യമില്ല. നോക്കൂ, നല്ല ഹോൾസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മൂടി വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഓക്കെ, നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. സൈഡ്സ് ഒക്കെ നല്ല മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാം ചുട്ടെടുക്കാം. ബാക്കി വരുന്ന മാവ് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം ആയാലും ചുട്ടെടുക്കാം. അപ്പൊ നമ്മുടെ അപ്പം എല്ലാം ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. നോക്കൂ, നല്ല ഹോൾസ് ഒക്കെ വന്നിട്ടുണ്ട്. മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റുമാണ്. അപ്പം ഒക്കെ നമ്മൾ ചൂടോടെ കഴിച്ചാലാണ് ടേസ്റ്റ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നമുക്കിത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്സ് ഒക്കെ കമന്റ്സിൽ അറിയിക്കുക. നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക.
കൂടെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പൊ അടുത്ത നല്ലൊരു കിടിലൻ റെസിപ്പി ആയിട്ട് കാണും വരെ ബൈ.